പശുക്കൾ വരുമാനമാർഗം മാത്രമല്ല ജോർജിനും മാത്യുവിനും ജീവനും ജീവിതവുമാണ്. 13 പശുക്കൾ ചത്തുവീണപ്പോൾ തളർന്നുപോയ ഈ കുട്ടി കർഷകർ ഇന്ന് ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. ഓമനിച്ചു വളർത്തിയ പശുക്കൾ നഷ്ടമായതിന്റെ വേദനയുണ്ടെങ്കിലും സർക്കാരും സമൂഹവും ചേർത്ത് പിടിച്ചപ്പോൾ കാലി വളർത്തൽ വീണ്ടും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിന്റെ സന്തോഷമാണ് ഇവർക്കുള്ളത്. ജീവിതവും പ്രതീക്ഷയുമായിരുന്ന പശുക്കൾ ഓരോന്നായി ചത്തുവീണപ്പോൾ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി തളർന്നു വീണ മാത്യുവിനെ സംസ്ഥാന സർക്കാരും സമൂഹവും സിനിമാ ലോകവുമൊക്കെ താങ്ങായി നിന്നപ്പോൾ കേരളത്തിന്റെ മാതൃകയായി അത്. മാത്യുവിന്റെ കണ്ണുകളിൽ ഇപ്പോൾ നിരാശയില്ല, പ്രതീക്ഷയാണ്, മുഖത്തു പുഞ്ചിരിയും. ഇപ്പോൾ ആകെയുള്ള വിഷമം ഓമനിച്ചു വളർത്തിയ 13 പശുക്കൾ കൂടെയില്ല എന്നതാണ്. ഇപ്പോൾ പോയിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പശുക്കളും ഇവിടെ ഉണ്ടായതാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഞങ്ങൾ അതുങ്ങളെ കരുതിയത്. അതുപോലെ നന്നായിട്ട് കൂട്ടും കൂടി നല്ല സ്നേഹത്തോടെയായിരുന്നു ഞങ്ങളും പശുക്കളൊക്കെ എങ്ങനെ നടന്നത്. എങ്കിലും നിരാശയില്ല. കാരണം സർക്കാരിൻ്റെയും സിനിമാ ലോകത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടെ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കാലി വളർത്തൽ വിപുലമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന സാഹചര്യമുണ്ട്. ഭാവിയിൽ എന്താകണമെന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാതെ ഇവരുടെ മറുപടി ഇങ്ങനെ: ഇനി ഫ്യൂച്ചറിലേക്കാണേലും ഇച്ചിരൂടെ പശുക്കളെ വളർത്തണമെന്നുണ്ട്. ഈ ഫാം ഇച്ചിരൂടെ നീട്ടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പിച്ച വയ്ക്കുന്ന പ്രായത്തിൽ തുടങ്ങിയതാണ് മാത്യുവിന് ഇവയോടുള്ള ചെങ്ങാത്തം. ക്ഷീരകർഷകനായ അച്ഛൻ ബെന്നിയുടെ വിരലിൽ തൂങ്ങി തൊഴുത്തിലെത്തിയതാണ് മാത്യു. അച്ഛൻ ബെന്നി അപ്രതീക്ഷിതമായി വിടവാങ്ങിയതോടെ പശുപരിപാലനം കുടുംബത്തിന് ബുദ്ധിമുട്ടായി. പുല്ലുവെട്ടാനും മറ്റും പ്രയാസമായതോടെ പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പശുക്കളെ പിരിയുന്നത് ചിന്തിക്കുവാൻ കഴിയാത്ത മാത്യു പിതാവിന്റെ ജോലി ഏറ്റെടുത്തത്. എന്നാൽ ഭക്ഷണമായി നൽകിയ കപ്പത്തൊണ്ട് കഴിച്ചു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച് തളർന്നിരിക്കുമ്പോഴാണ് കേരളം ഒന്നാകെ ഈ കുട്ടി കർഷകരെ ചേർത്തു പിടിച്ചത്. റിപ്പോർട്ടർ, ഇടുക്കി.